അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും വിമലാമ്മേനെ കുറേ നാരങ്ങയായിട്ടും മാങ്ങയായിട്ടും കണ്ണിമാങ്ങയൊക്കെ ആയിട്ടാണ് കാണാറില്ല കേട്ടോ. ഇന്ന് കുറേ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു ഇന്ന് എന്നെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് എന്നെ ഉണ്ടാക്കണേന്നൊക്കെ ചോദിച്ചു കേട്ടോ. എല്ലാവർ തമാശയായിട്ട് ഇന്ന് എന്നോട് ചോദിക്കും. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടതും, ഇടയ്ക്ക് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട ഉണ്ടാക്കാമെന്നൊക്കെ. അതിൻ്റെ റെസിപ്പി കണ്ടില്ലല്ലോ എന്നൊക്കെ എല്ലാവരും ദിവസവും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് നല്ല തേങ്ങയും ശർക്കരയൊക്കെ വെച്ച്, സാധാരണ ചൂടുവെള്ളത്തിലൊക്കെ ഇത് കുഴച്ചിട്ടാണ് സാധാരണ പരത്തിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്ന് വെറൈറ്റി ആയിട്ട് നല്ല തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് അട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്തുണ്ടോ, ഇല കഴുകിയതൊന്നും അല്ല കേട്ടോ, ഇപ്പോൾ വെട്ടിക്കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കതെല്ലാം കീറി എടുത്തിട്ട് നമുക്ക് എത്ര അളവിൽ കീറി എടുക്കണമെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കീറി എടുത്തിട്ട് നമുക്ക് ഇലയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം അട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ തേങ്ങയും ശർക്കരയൊക്കെ പൊതിഞ്ഞുണ്ടാക്കുന്ന കാരണം വലിയ ഇല അതെ ഈ വലുപ്പത്തിലൊക്കെ നമുക്ക് ശരിക്കും ഇല കീറി എടുക്കണം കേട്ടോ. അപ്പോൾ വലുപ്പത്തിൽ നമുക്ക് ഇലയുള്ള എല്ലാം കീറി എടുക്കാം. നമ്മൾ സ്വദേശിക്കടയിൽ ആൾക്കാർ ഓടി ഓടി വന്ന് മേടിക്കുന്ന എന്താട്ടോ ഇപ്പം ഇലയുടെയൊക്കെ എല്ലാവരും എണ്ണയൊക്കെ തിന്ന് എല്ലാവരും രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല നാടൻ ഭക്ഷണം പഴയകാലത്ത് ഉണ്ടാക്കിയിരുന്ന നാടൻ ഭക്ഷണത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. എന്നും ചക്കയുടെയൊക്കെ ഉണ്ടാക്കും, ഇലയുടെയൊക്കെ ഉണ്ടാക്കും. നമ്മൾ കടയിൽ എന്നും തന്നെ 1-2 പുഴുങ്ങി കൊടുക്കട്ടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ നമ്മൾ ഈ വലിപ്പത്തിലെല്ലാം തന്നെ നമ്മൾ ഇല കീറി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂട്ടൊക്കെ നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു കൂട്ടാണ്. ആ കൂട്ടമൊക്കെ കാണിച്ചു തരാം. ഒരു ഉദ്ദേശ അളവ് വെച്ചെല്ലാം നമുക്ക് കണ്ടിച്ചെടുക്കണം, എന്നാലേ മടക്കിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. ആദ്യം ഇല കണ്ടിച്ചുകൊണ്ടൊന്ന് കഴുകിപ്പെറുക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഉണ്ടാക്കാൻ വേഗം വേഗം ഉണ്ടാക്കാതെ ഇലയെടുത്തിലൊക്കെയാണ് ഇപ്പോൾ പാട്. വിൽക്കാനൊക്കെയുള്ള ഇതുകൊണ്ട് ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇത് നമുക്ക് കടകളുള്ളവർക്ക് കടയിലുണ്ടാക്കി വിൽക്കാനും എല്ലാം വളരെ നല്ല അടിപൊളിയാണ്. കത്തികൊണ്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം പോലും പോകാതെ കിട്ടും. വലിച്ചൂരി എടുത്താൽ ചിലപ്പോൾ ഒരേലൊക്കെ കീറിപ്പോവും. അപ്പോൾ നമ്മളിതുണ്ട് ഇലയൊക്കെ നല്ല വൃത്തിയായിട്ട് കൃത്യം അളന്നൊക്കെ എടുത്ത്, ആർക്കും കൂടുതലൊന്നും കിട്ടണ്ട കേട്ടോ, എല്ലാം കൃത്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റപ്പായിട്ട് ഇതുണ്ടോ നല്ല കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തോളുന്നു. ഇനി നമുക്കിത് നമുക്ക് അതിനുള്ള മാവ് കുഴക്കണേ. മാവ് കുഴയ്ക്കാൻ വേണ്ടി സാധാരണ വെള്ളത്തിൽ ഉപ്പിട്ട് മാത്രം കുഴയ്ക്കുള്ളൂ. ഇത് നമ്മൾ തേങ്ങാപ്പാലിനകത്താട്ടോ കുഴയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു അരമുറി തേങ്ങയാട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് മിക്സിക്കകത്തിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചെയ്യാവേ. തേങ്ങാപ്പാൽ എടുത്തിട്ട് നമുക്ക് തിളപ്പിച്ചിട്ടാട്ടോ നമ്മൾ പൊടി കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാവേ. തേങ്ങ ശരിക്കും മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് എൻ്റെ പാല് കിട്ടും. അപ്പോൾ നമുക്കത് ഇതുണ്ടോ അരിച്ചെടുക്കാം. നമുക്ക് അരിച്ചെടുത്തിട്ട് ആ വെള്ളം തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ കൂട്ടുണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ആ മാവ് ആവശ്യമായിട്ടുള്ള ഇതുണ്ടോ ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ചു കേട്ടോ. അതിൻ്റെ എന്താ നമ്മൾ അതിൻ്റെ കഷ്ണം എടുത്ത് തിന്നുമ്പോൾ നല്ല രുചി കിട്ടാൻ വേണ്ടി ഒരു പൊടിക്ക് പഞ്ചസാര, ഒരു ലേശം ഉപ്പ്, ഇത്രയും കൊണ്ട് ഇതുണ്ടോ നല്ല അടിപൊളി തേങ്ങാപ്പാലായി. അപ്പോൾ ഈ തേങ്ങാപ്പാൽ നമ്മൾ തിളപ്പിച്ചിട്ട് നമുക്ക് പൊടി കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ അടുപ്പേട്ട് വയ്ക്കാവേ. അരിച്ചെടുത്ത തേങ്ങാപ്പാൽ നമ്മൾ അടുപ്പ് വെച്ച് ഇത് നന്നായിട്ട് ഇനി വെട്ടി തിളയ്ക്കുമ്പോഴാട്ടോ നമ്മുടെ പൊടി കുഴയ്ക്കണം കേട്ടോ. നമ്മൾ അരിപ്പൊടി എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും ശർക്കരയും ഒക്കെ ചിരണ്ടി എടുക്കാവേ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ കൊണ്ട് നമ്മൾ അടുപ്പ് വെച്ചു കേട്ടോ. ഇനി നമുക്ക് ശർക്കരയും തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കാം. അപ്പോൾ തേങ്ങ എടുത്തുകൊണ്ട് വന്നു, അതിനകത്തേക്ക് ഇനി ശർക്കരയും കൂടി ഇടാം കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാർ അവലൊക്കെ ഇട്ടാണ് ഉണ്ടാക്കണം. എനിക്കത് അവലിനോട് അത്ര ഇഷ്ടമില്ല. തേങ്ങയും ശർക്കരയും കൂടുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അവലിടുമ്പോൾ കിട്ടില്ല കേട്ടോ. അപ്പോൾ ശരിക്കും തേങ്ങയും ശർക്കരയും തന്നെ മതി. നല്ലോണം ശർക്കര ഇടണം കേട്ടോ. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ശർക്കരയും തേങ്ങയും ഏലക്കായും ജീരകവും എല്ലാം കൂടി ഇടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് നല്ല അട ഉണ്ടാക്കി തിന്നാം. അപ്പോൾ തേങ്ങയും ശർക്കരയൊക്കെ കൂടെ ഇട്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി ഇത് കേട്ടോ കൂട്ട്. ഇപ്പോൾ ഏലക്കായും ജീരകമൊക്കെ പൊടിച്ച കേട്ടോ ഇത്. അതെല്ലാം കൂടി അതിനകത്തേക്ക് ഇടാം. ഏലക്കായും ജീരകമൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. നല്ല
ഇപ്പോൾ അട ഉണ്ടാക്കുമ്പോൾ ശർക്കരയ്ക്കകത്താട്ടോ അട ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് അടുപ്പ് വെച്ച കൂട്ട് നല്ല അടിപൊളിയായിട്ട് നല്ലോണം തിളച്ച് ശരിക്കും തിളച്ചതിന് ശേഷം കേട്ടോ നമ്മൾ പൊടിയിലെടുത്തിടാവുള്ളൂ. ഇല്ലെങ്കിൽ അപ്പോൾ നമുക്കിത് കുറച്ച് വെച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുമ്പോൾ നല്ലൊരു മണമുണ്ട് കേട്ടോ, നല്ല ഇഷ്ടമുള്ള മണവും. അട വരുത്താനായതുകൊണ്ട് ഇച്ചിരി വെള്ളം ആയാലും കുഴപ്പമില്ല. കൊഴുക്കട്ടയൊക്കെ ആണെങ്കിൽ കറക്റ്റ് വെള്ളം അല്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. തേങ്ങാപ്പാൽ മൊത്തമായിട്ട് നമ്മൾ ഒഴിച്ചു. അത് ഇച്ചിരി ചൂടാറി കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമുക്ക് അട പരത്താൻ പറ്റുള്ളൂ. നല്ല ചൂടാണ്, ഇപ്പോൾ കൈയിട്ട് പരത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇച്ചിരി ചൂടാറട്ടെ. ഏലക്കായും ജീരകവും ശർക്കരയും തേങ്ങയൊക്കെ വെച്ചുള്ള നല്ല കൂട്ട് നമുക്ക് റെഡിയായി. ഇനി ഇത് കുറേശ്ശെ ഇതല്ലോ നമുക്ക് ഇലക്കകത്തേക്കും കോരിക്കും എന്താ അടിപൊളി ടേസ്റ്റിന് കഴിക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. മാവ് ശരിക്കും തണുത്തോട്ടോ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞിങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ചടയിൽ നിന്നൊക്കെ കുഴച്ച് വെച്ച് വേഗം അങ്ങ് അട പരത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ല കടുപ്പത്തിൽ കിട്ടുള്ളൂ. ഇങ്ങനെ കുഴച്ച് കുഴച്ച് കൂട്ടി കൂട്ടി എടുക്കുമ്പം നന്നായിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് മാവ് കുഴച്ച് വെച്ചു. നല്ല ഇതുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ കൂട്ടുമൊക്കെ റെഡിയാക്കി വെച്ചു. നമുക്കിനി അട പരത്തിയെടുക്കാവേ. വളരെ ചെറുതായിട്ടൊരു എടുത്താൽ മതി. പരത്തുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ സോഫ്റ്റ്. നല്ല കിടുക്കാച്ചി കേട്ടോ, കിടുക്കാച്ചി. നമുക്ക് മാവ് വളരെ ലോ ആയിട്ട് കൊടുക്കണം. നന്നായിട്ട് ശർക്കര എന്തെങ്കിലും അരി ഇടണം കേട്ടോ. നേരെ രണ്ടായിട്ട് മടക്കുന്നതിന് പകരം നമുക്ക് 3 ആയിട്ട് മടക്കാം കേട്ടോ. അങ്ങനെ വെള്ളം തൊട്ട് പരത്തുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വേഗം പരത്തും. ഇല്ലെങ്കിൽ നമുക്ക് പരത്താൻ പറ്റത്തില്ല. മൂന്നായിട്ട് മടക്കി ഒട്ടും തന്നെ വിടുന്നു പോകില്ല കേട്ടോ. അതുകൊണ്ടാട്ടോ നമ്മൾ 3 ആയിട്ട് മടക്കണേ എന്ന് പറ. നമുക്കിനി അട പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ കുറച്ച് ഒരു അരമണിക്കൂറായിട്ട് അട വെച്ചിട്ട് അട നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാവേ. നല്ല സൂപ്പറായിട്ട് വെന്തിരിക്കുന്നു. ആവൂ, അപ്പോൾ നമ്മൾ കടയിൽ ചായക്കുള്ള ചെറുകടി എല്ലാം തന്നെ തീർന്നു. അവിടെ ആൾക്കാർ അട കഴിക്കാനായിട്ട് ധൃതി എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുകയും അട വിൽക്കുകയും ചെയ്യാം, വീഡിയോ എടുക്കുക, എല്ലാം കൂടെ ഒന്നിച്ചാട്ടോ നടത്തണേ. അപ്പോൾ നമുക്കിതുകൊണ്ട് കടയിൽ കൊണ്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ അട കണ്ടല്ലോ എല്ലാവരും, നല്ല ഫുള്ളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട എല്ലാവരും കൃത്യമായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ല നാടൻ രീതിയിൽ നല്ല ശർക്കരയും തേങ്ങയും ഒക്കെ വെച്ചിട്ടുള്ള എല്ലാവർക്കും വളരെ രുചികരമായിട്ടുള്ള ഒരു 4 മണി പലഹാരം അതെങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെയൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഈ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസുകളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.